റയാൻ, നീ എന്ത് തീരുമാനിച്ചു? അവളെ വെറുതെ വിടാൻ തന്നെയാണോ നിന്റെ തീരുമാനം? മൂക്കിൽ ഒരു ബാൻഡേജ് ഒക്കെയായി ബെഡിൽ അവശനായി കിടക്കുന്ന റയാനെ നോക്കി ബെന്നി ഗൗരവത്തോടെ ചോദിച്ചു. നീ ഒന്ന് അടങ്ങന്റെ ബെന്നി. അവന്റെ അവസ്ഥ നീ കണ്ടില്ലേ? മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അവനെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോഴാ അവന്റെ ഒരു പ്രതികാരം. അവൻ ഇവിടുന്ന് ഒന്ന് എണീക്കട്ടെ ആദ്യം. ബെന്നിയുടെ ചോദ്യം കേട്ട് റയാന്റെ അപ്പൻ ഫിലിപ്പ് ഗൗരവത്തോടെ പറഞ്ഞു. പപ്പയ്ക്ക് അത് പറയാം. ഇവനില്ലാതെ കോളേജിന്റെ പടി ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയായി എനിക്ക്. ഇവൻ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ പോക്രിത്തരത്തിനും അടി കൊള്ളുന്നത് എനിക്കാ, ബെന്നി അരിശത്തോടെ പറഞ്ഞു. അവൻ ഒറ്റയ്ക്കാണോടാ പുല്ലേ എല്ലാം ചെയ്യുന്നത്? നീയും കൂടി കൂട്ടു നിന്നിട്ടല്ലേ? അപ്പോ രണ്ടടി കൊള്ളുന്നതിന് ഒരു ദണ്ണവും നീ കരുതണ്ട. ആ, തന്തയും കൊള്ളാം, മോനും കൊള്ളാം. വല്ലവന്റെയും അടിയും കൊണ്ട് ചാവും ഞാൻ, ബെന്നി ആരോടൊന്നില്ലാതെ പറഞ്ഞു. നീ പേടിക്കണ്ട ബെന്നി. ഞാൻ ഇവിടുന്നൊന്ന് എണീക്കട്ടെ, എന്നിട്ടാവാം ബാക്കി. അവളുടെ രക്ഷയ്ക്ക് ഇനി ആരാ വരുന്നതെന്ന് നമുക്ക് നോക്കാം. കൂട്ടത്തിൽ ആ ജോയലിനും ഒരു പണി കൊടുക്കണം. മൂക്കിന് പരിക്കുള്ളത് കൊണ്ട് തന്നെ റയാന്റെ ശബ്ദം പലയിടത്തും അടഞ്ഞു പോയിരുന്നു. ആ, ബെസ്റ്റ്. നിന്റെ സംസാരം കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. കൃഷ്ണയെ പിന്നെയും ഒതുക്കാം. നീ എന്ത് കണ്ടിട്ടാണ് ജോയലിനോട് കളിക്കുന്ന കാര്യം പറയുന്നത്? ഇവിടുന്ന് നേരെ സ്വർഗരാജ്യം മുഴുകിക്കൊള്ളാമെന്ന് വല്ല നേർച്ചയും നേർന്നിട്ടുണ്ടോ? ജോബിൻ ജീവിച്ചിരിക്കുന്ന കാലം അവന്റെ അനിയന്മാരുടെ മേൽ ഒരു തരി മണ്ണ് പോലും ചിതറി വീഴില്ല റയാൻ. അവരെ തൊടുന്നവന്റെ കൈ അരിഞ്ഞു വീഴ്ത്തും ജോബിൻ. അവൻ കുരിശിങ്കൽ സേവ്യറിന്റെ തനി പാർപ്പ. നിനക്ക് ഞാൻ അത് പറഞ്ഞു തരണ്ടല്ലോ, ബെന്നി കണ്ണിൽ നിറഞ്ഞ് ഭയത്തോടെ പറഞ്ഞു. മോനെ, ബെന്നി പറഞ്ഞതിൽ കാര്യമുണ്ട്. ആവേശം പാടില്ല അവരോട് കളിക്കുമ്പോൾ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. നീ കാത്തിരിക്കെ. അവനെ കൂട്ടാനുള്ള അവസരം നിന്റെ മുന്നിൽ കർത്താവ് കൊണ്ടുതരും. അതുവരെ ഇരയെ പിടിക്കുന്ന വേട്ടമൃഗത്തിന്റെ കരുതൽ വേണം നിന്റെ കണ്ണുകൾക്കും കാതുകൾക്കും. ഫിലിപ്പ് റയാന്റെ തലയിൽ ഒന്ന് തഴുകി പറഞ്ഞുകൊണ്ട് റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങി. കാത്തിരിക്കാൻ ബെന്നി, എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടണം. അതിനോട് യോജിച്ചെന്ന പോലെ ബെന്നിയും തലയനക്കി. ക്ലാര, എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ക്ലാസ്സിന് മുന്നിലുള്ള വരാന്തയിൽ നിൽക്കുമ്പോഴാണ് ജോയൽ ക്ലാരയോട് ഇത് പറയുന്നത്. എന്താടാ? എന്തായാലും നീ പറയേ. നമുക്കിടയിൽ എന്തിനാണ് ഈ മുഖവുര? ക്ലാര അവനെ സ്നേഹത്തോടെ നോക്കി. കുറച്ച് ദിവസമായി നിന്നോടിത് പറയണമെന്ന് കരുതുന്നു. ഇനിയും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. നിന്റെ കൂടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഈ കാര്യത്തിൽ. അവന്റെ നാവിൽ നിന്ന് താൻ പ്രതീക്ഷിച്ചത് എന്തോ കേൾക്കാൻ പോകും പോലെ ക്ലാരയുടെ ഹൃദയം 10 മടങ്ങ് ശക്തിയിലും ഇടിക്കാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ പ്രതീക്ഷയും ജോയലിനോടുള്ള അടങ്ങാത്ത പ്രണയവും നിറഞ്ഞു. പറയ് ജോയൽ, എന്താ അത്? അവൾ ആകാംക്ഷയോടെ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. എനിക്കൊരാളെ ഇഷ്ടമാണ് ക്ലാര. ഞാൻ എൻ്റെ ഹൃദയം അവൾക്ക് കൈമാറാൻ അതിയായി ആഗ്രഹിക്കുന്നു. ജോയലിന്റെ കണ്ണുകൾ പ്രണയം അലയടിച്ചു. അവൻ പറയുന്ന പെൺകുട്ടി താനാണെന്ന വിശ്വാസത്തിൽ ക്ലാരയുടെ ചൊടികൾ പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ തല നാണത്താൽ താഴ്ന്നു. അതാരാണെന്ന് നിനക്കറിയണ്ടേ ക്ലാര? താൻ ഇത്രയും പറഞ്ഞിട്ടും പ്രതികരണമൊന്നുമില്ലാതെ നിൽക്കുന്ന ക്ലാരയെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ജോയൽ ചോദിച്ചു. നീ പറഞ്ഞോളൂ ജോയൽ. എനിക്കത് നിന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം, ക്ലാര പ്രേമപരവശയായി പറഞ്ഞു. കൃഷ്ണ പല്ലവി, നമ്മുടെ കാശിയുടെ അനുജത്തി. ജോയലിന്റെ വാക്കുകൾ കാരിരുമ്പ് പോലെ ക്ലാരയുടെ കർണപടത്തിൽ പതിച്ചു. അവൾ ഞെട്ടലോടെ തലയുയർത്തി അവനെ നോക്കി. അവളുടെ കൺകോണിൽ ഒരു കടൽ തന്നെ രൂപപ്പെട്ടു. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് ക്ലാര. അവളുടെ കുറുമ്പ് നിറഞ്ഞ നോട്ടം പോലും എന്നെ കൊല്ലാതെ കൊല്ലുന്നു. അവളെ എന്നും എന്റേതായി വേണമെന്ന് ഒരു കൊതി. അവന്റെ ഓരോ വാക്കുകളും ക്ലാരയുടെ നെഞ്ചിൽ ഊക്കോടെ വന്ന് പതിച്ചു. അവൾ അവനിൽ നിന്ന് മുഖം മറച്ച് തിരിഞ്ഞു നിന്നു. എന്നിട്ട് നീ അത് അവളോട് പറഞ്ഞോ? തൊണ്ടയിൽ തങ്ങി നിൽക്കുന്ന ഗദ്ഗതം പുറത്തേക്ക് വരാൻ അനുവദിക്കാതെ അവൾ എങ്ങനെയോ അവനോട് ചോദിച്ചു. ഇല്ല, പറഞ്ഞിട്ടില്ല. പക്ഷേ പറയണം. അവളായതുകൊണ്ട് പറയാനൊരു മടി. എൻ്റെ തൊലി ഉരിയും. നീ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ജെസിക്കും അറിയാം, അവളും സഹായിക്കും, ജോയൽ ആവേശത്തോടെ പറഞ്ഞു. ശരി, നമുക്ക് ശരിയാക്കാം. നീ ക്ലാസ്സിൽ കയറിക്കോ. ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. വേഗം വന്നേക്കണേ. നീ ഇല്ലാതെ അതിനുള്ളിൽ ഇരിക്കുന്ന കാര്യം ഓർക്കാൻ വയ്യ. ബോറടിക്കും. 10 മിനിറ്റ്സ്, ഇപ്പോൾ വരാം. അതും പറഞ്ഞ് കാറ്റ് പോലെ അവൾ വേഗത്തിൽ അവിടെ നിന്ന് പോയി. ഇവൾക്കിത് എന്തു പറ്റി? മുഖം എന്താ വല്ലാതെ പോലെ? ആ, എനിക്ക് തോന്നിയതാവും. അതും പറഞ്ഞ് ജോയൽ ക്ലാസ്സിനുള്ളിലേക്ക് കയറി. പുറത്തേക്ക് പോയ ക്ലാര വാഷ്റൂമിൽ കയറി ഡോർ അടച്ച് 2 കൈകൾ കൊണ്ട് വാ പൊത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഒരുവിധം മനസ്സിലെ പിരിമുറുക്കം അവസാനിച്ചതും അവൾ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് ശക്തിയിൽ മുഖത്തേക്ക് ഒഴിച്ച് കഴുകി. മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് മുഖത്തൊരു പുഞ്ചിരിയും വരുത്തി അവൾ വാഷ്റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണുകളുടെ വേദന അപ്പോഴും മായാതെ കിടപ്പുണ്ടായിരുന്നു. ഹേ കൃഷ്ണ! ജെസിയുടെ കൈയും പിടിച്ച് ക്യാൻറ്റീനിലേക്ക് പോകുമ്പോഴാണ് പിറകിൽ നിന്നുള്ള ജോയലിന്റെ നീട്ടിയുള്ള വിളി. ദേ, നിന്നെ കോഴിച്ചൻ വിളിക്കുന്നുണ്ട്.
കൃഷ്ണയെ ഒന്ന് ആക്കി പറഞ്ഞിട്ട് ജെസ്സി മുന്നോട്ട് തന്നെ നടന്നു. "എടി പോവല്ലേ." അവളെ നോക്കാതെയുള്ള ജെസ്സിയുടെ പോക്ക് കണ്ട് കൃഷ്ണ ദയനീയമായി പറഞ്ഞു. അത് കേട്ടതായി ഭാവിക്കാതെ ജെസ്സി മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും ജോയൽ കൃഷ്ണയുടെ അടുത്തെത്തി. "എന്താ, എന്നെ പേടിയാണോ?" കൃഷ്ണയുടെ നിൽപ്പ് കണ്ട് ജോയൽ കുസൃതിയോടെ ചോദിച്ചു. "പേടിയോ? അതും തന്നെ. അതിന് കൃഷ്ണ വേറെ ജനിക്കണം." "ഓഹോ, അങ്ങനെയാണോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ." "ഇന്നലെ മോൾ എന്താ പറഞ്ഞത്? മൂങ്ങ എന്ന് വിളിച്ചാൽ എന്നെ കൊല്ലുമെന്നോ?" "എന്നാ വേഗമാവട്ടടി മൂങ്ങേ, നീ എങ്ങനെ എന്നെ കൊല്ലാൻ പോകുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ." "മഹാദേവ, ചതി ചതി," മനസ്സിൽ പറഞ്ഞുകൊണ്ട് കൃഷ്ണ ഒന്ന് പാളി നോക്കി. അവർക്ക് മറുവശത്തായുള്ള ചുവരിനു പിറകിൽ മറഞ്ഞു നിന്ന് നോക്കുകയാണ് ജെസ്സി. അവളെ കണ്ടതും കൃഷ്ണ പല്ലു കടിച്ചു. "തെണ്ടി, തരാട്ടോ." കൃഷ്ണയെ നോക്കി നല്ലോണം ഒന്ന് വിളിച്ചു കാണിച്ചിട്ട് ജെസ്സി ജീവനും കൊണ്ട് ഓടി. ജെസ്സിയുടെ ഓട്ടം കണ്ടതും കൃഷ്ണ തിരിഞ്ഞ് ജോയലിനെ നോക്കി. അവന്റെ മുഖത്ത് കുസൃതിച്ചിരിയാണ്. അത് കണ്ടതും കൃഷ്ണ അറിയാതെ ഉമിനീർ ഇറക്കിപ്പോയി. അവൾ അവനെ നോക്കി വിളറിയ ഒരു ചിരി ചിരിച്ചു. "അപ്പോൾ എങ്ങനെയാ, തുടങ്ങുമല്ലേ മൂങ്ങേ?" അതേ ചിരിയോടെ തന്നെ ജോയൽ ചോദിച്ചു. എന്ത്?" അവൾ വിക്കിക്കൊണ്ട് ചോദിച്ചു. "കൊല്ലുന്ന കാര്യം." "അത് ഞാൻ വെറുതെ, എന്നെ മൂങ്ങ എന്ന് വിളിച്ചിട്ടല്ലേ കോഴിച്ച ഞാൻ അങ്ങനെ വിളിച്ചത്." പരിഭവത്തോടെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവനെ എന്താ വിളിച്ചതെന്ന് അവൾക്ക് ഓർമ്മ വന്നത്. അവൾ നാവ് കടിച്ചുകൊണ്ട് ഒരു കണ്ണിറുക്കി അവനെ നോക്കി. അവന്റെ മുഖം വീർത്തിട്ടുണ്ട്. "സോറി ജോ." അവളുടെ ആ വിളിയിൽ ജോയലിന്റെ മുഖം പൂനിലാവ് പോലെ തിളങ്ങി. "താൻ എന്താ വിളിച്ചേ?" അവൻ വിടർന്ന കണ്ണുകളോടെ ചോദിച്ചു. "ജോ എന്ന്. എന്താ, ഇഷ്ടമായില്ലേ?" അവൾ നിരാശയോടെ ചോദിച്ചു. "സോറി, അന്ന് ഞാൻ അത്രയും പേടിച്ചു നിന്നിട്ടും എന്നെ ചീത്ത പറഞ്ഞില്ലേ? പിന്നെ കണ്ടപ്പോഴൊക്കെ എന്നെ മൂങ്ങ എന്ന് വിളിച്ച് കളിയാക്കിയില്ലേ? അതുകൊണ്ടല്ലേ എനിക്ക് ദേഷ്യം വന്നതും ഞാൻ കോഴിച്ചൻ എന്ന് വിളിച്ചതും." അവൾ തല താഴ്ത്തി നിന്നുകൊണ്ട് അവനോട് സങ്കടത്തോടെ പറഞ്ഞു. "എവിടെ എവിടെ നോക്കട്ടെ." അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ രണ്ട് സൈഡിലേക്ക് തിരിച്ചു നോക്കി. "എന്ത്?" അവന്റെ കോപ്രായം കണ്ട് അവൾ അവനെ കണ്ണുമിഴിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. "അല്ല, നിനക്ക് ഈ വക ഭാവങ്ങളൊക്കെ വരുമോന്ന് നോക്കിയതാ." അവളുടെ മുഖത്തു നിന്ന് കൈ എടുത്തുകൊണ്ട് ജോയൽ പൊട്ടിച്ചിരിച്ചു. "ഞാൻ പോവാ." അവനെ പിറകിലേക്ക് തള്ളിക്കൊണ്ട് അവൾ ദേഷ്യത്തിൽ മുന്നോട്ട് നടന്നു. "ഏയ് കൃഷ്ണ, പിണങ്ങല്ലേ, എനിക്കിഷ്ടായിട്ടാ." അവൻ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. "എന്തിഷ്ടായിന്ന്?" അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. "ആ വിളി ജോ." ജോയൽ അവളെ നോക്കി താടി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. "ആ, എനിക്കും ഇഷ്ടമായി." അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. "അവൾ എന്ത് ഇഷ്ടായിന്നാവൻ പറഞ്ഞത്?" ജോയൽ സംശയത്തോടെ തിരിഞ്ഞു നടന്നു. എങ്കിലും അവന്റെ ചുണ്ടിൽ ഒരു ചിരി ഉണ്ടായിരുന്നു. പ്രണയത്തിന്റെ, കൃഷ്ണയ്ക്ക് വേണ്ടി മാത്രമുള്ള ചിരി. ഇതെല്ലാം കണ്ട് രണ്ട് കണ്ണുകൾ നിറഞ്ഞു കലങ്ങുന്നത് അപ്പോൾ അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. അവന് വേണ്ടി മാത്രം തുടിക്കുന്ന ആ ഹൃദയവും അവൻ കാണാതെ പോയി. "ഞാൻ തോറ്റുപോയി പാപ്പ. അവന് ഞാൻ വെറും ഒരു ഫ്രണ്ട് മാത്രമാണ്. അതിൽ കവിഞ്ഞ് ഒരു ഫീലിംഗ് അവന് എന്നോടില്ല." മാത്യൂസിന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ക്ലാര പറഞ്ഞു. "എന്താ മോളെ ഇത്? നിന്നോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നതല്ലേ ജോയലിനോട് നിന്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയാൻ. അപ്പോൾ നിനക്ക് വാശി, അവനെ കൊണ്ട് തന്നെ നിന്നോട് ആദ്യം ഇഷ്ടം പറയിപ്പിക്കുമെന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? അവന്റെ പ്രണയം നീയല്ല മറ്റൊരുവളാണെന്ന് അവന്റെ നാവിൽ നിന്ന് തന്നെ നിനക്ക് കേൾക്കേണ്ടി വന്നില്ലേ?" തന്റെ നെഞ്ചിൽ നിന്ന് ക്ലാരയുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് മാത്യൂസ് അവളെ ശകാരിച്ചു. "പപ്പ, പപ്പയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? എനിക്ക് അവനെ വേണം പപ്പ, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോവും." "നടക്കില്ല ക്ലാര. അത് ഉള്ളിൽ നിന്നും മറ്റൊരാളോട് തോന്നുന്ന വികാരമാണ്. നീ അതിനെ മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കരുത്. ജോയലിന്റെ പ്രണയം അത് നീയല്ല, കൃഷ്ണയാണ്. അതെപ്പോഴും ഓർമ്മ വേണം. അവനെ മറക്കുന്നതാവും നിനക്ക് നല്ലത്." മാത്യൂസ് അവസാന വാക്കെന്നോണം പറഞ്ഞു. "നോ, എനിക്ക് അവനെ മറക്കാൻ പറ്റില്ല. ഉള്ളിൽ മറ്റൊന്ന് വെച്ച് അവനെ സുഹൃത്തായി നോക്കിക്കാണാൻ എനിക്ക് കഴിയില്ല പപ്പ. എനിക്ക് അവനെ വേണം." ക്ലാര ഭ്രാന്തിയെ പോലെ മുടിയിൽ കോർത്തു വലിച്ചുകൊണ്ട് അലറി. "ക്ലാര, നിർത്ത് നിന്റെ ഭ്രാന്ത്. നിന്റെ വാശിക്ക് കൂട്ടുനിൽക്കാൻ എനിക്ക് കഴിയില്ല. അമ്മയില്ലാത്ത കുട്ടിയാണെന്ന് കരുതി നിന്റെ ഇഷ്ടങ്ങൾക്കെല്ലാം കൂട്ടുനിന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. ജോയൽ പ്രായപൂർത്തിയായ ഒരാൺകുട്ടിയാണ്. അവന് അവൻ്റെതായ വ്യക്തിത്വവും തീരുമാനങ്ങളുമുണ്ട്. നീയോ ഞാനോ വിചാരിച്ചാൽ അത് മാറ്റിക്കുറിക്കാൻ കഴിയില്ല. നമുക്കിത് വേണ്ട മോളെ. പപ്പ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്." മാത്യൂസിന്റെ കണ്ണുകൾ അപേക്ഷ നിറഞ്ഞു. "പപ്പ, എനിക്ക് കഴിയില്ല പപ്പ. ഞാൻ ശ്രമിക്കാം. പക്ഷേ കൃഷ്ണയെയും അവനെയും ഒരുമിച്ച് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല പപ്പ." ക്ലാര അയാളുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. "അർഹിക്കാത്തത് ആഗ്രഹിക്കരുത് മോളെ. ഈ ജന്മത്തിൽ അവന്റെ പാതി കൃഷ്ണയാണെന്ന് കരുതി സമാധാനിക്ക്. അവരെ മനസ്സാൽ അനുഗ്രഹിക്ക്. അവരുടെ നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്ക്. ഈ ജന്മത്തിൽ കർത്താവ് നിനക്ക് വിധിച്ചിരിക്കുന്ന കടമ അതാവും." ക്ലാരയുടെ പുറംതലയിൽ തലോടിക്കൊണ്ട് അയാൾ അവളെ കൂടുതൽ തന്നിലേക്ക് അടക്കി പിടിച്ചു. അവളുടെ ചുണ്ടുകൾ അപ്പോഴും സങ്കടത്താൽ വിതുമ്പുന്നുണ്ടായിരുന്നു.
അത് ഞാൻ ഒരു കാര്യം പറയാൻ. ഓ, എന്താണെങ്കിലും ഒന്ന് പറയ്. ഇത് കുറേ നേരമായല്ലോ ഈ വിക്കൽ തുടങ്ങിയിട്ട്. എനിക്ക് ഉറക്കം വരണു. രാത്രി കൃഷ്ണയുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി ജെസ്സിയെ വിളിച്ചതാണ് കാശി. വിളിയുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും മനസ്സിലുള്ള ഇഷ്ടം അവളോട് തുറന്നു പറയണം എന്ന് തന്നെയാണ്. പക്ഷേ വിക്കൽ കാരണം ഒന്നും പറയാൻ പറ്റുന്നില്ല. കാശി ഇപ്പോൾ തന്നെ ഇഷ്ടമാണെന്ന് പറയും എന്ന് കരുതി പാവം ജെസ്സി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് സമയം കുറച്ചായി. അവൻ്റെ വിക്കലല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ലല്ലോ എന്ന നിരാശയിൽ ജെസ്സിക്ക് കലി കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ദേ, വാ തുറന്ന് വല്ലതും പറയുന്നുണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ ഞാനിപ്പോൾ കോൾ കട്ട് ചെയ്യും. ഇതെന്തൊരു കഷ്ടമാണ്, മനുഷ്യനെ വെറുതെ ആശിപ്പിച്ചിട്ട്. ഇങ്ങനെയൊക്കെ പ്രേമിക്കാൻ പോയ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ജെസ്സി അവനോട് പൊട്ടിത്തെറിച്ചു. എന്താ പറഞ്ഞേ? കാശി അവൾ പറഞ്ഞത് കേട്ട് ഞെട്ടിക്കൊണ്ട് അവളോട് ചോദിച്ചു. നിങ്ങളുടെ കുഞ്ഞമ്മയുടെ 28. അല്ല പിന്നെ. എടാ മനുഷ്യ, തനിക്കെന്നെ ഇഷ്ടമാണെന്ന് പറയാനല്ലേ താൻ എന്നെ വിളിച്ചത്? പിന്നെ അത് വാ തുറന്ന് അങ്ങോട്ട് പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങളെ പിടിച്ചങ്ങോട്ട് തിന്നോ? ചുമ്മാ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലാത്ത പോലെ. ഒന്നുമില്ലെങ്കിലും ഇത്രയും പ്രായമായില്ലേടോ, അതിൻ്റെ ധൈര്യമെങ്കിലും കാണിച്ചൂടെ? ജെസ്സി കത്തി കയറുവാണ്. നിർത്തടി. നീ ആരാണെന്നാടി നിന്റെ വിചാരം? ദേ, ബാക്കിയുള്ളവന്മാരോട് നിന്റെ നാവിട്ടടിക്കും പോലെ എന്നോട് കാണിച്ചാലുണ്ടല്ലോ എൻ്റെ തനി ഗുണം നീ കാണും. വേണ്ട വേണ്ടാന്ന് വയ്ക്കുമ്പോൾ തലേ കയറുന്നോ നീ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിന്നെ തന്നെ കെട്ടുകയും ചെയ്യും. എൻ്റെ പിള്ളേരുടെ തള്ളയുമാക്കും. അതിന് നിന്റെ സമ്മതമൊന്നും എനിക്ക് ആവശ്യമില്ല. പറയുന്നതനുസരിച്ച് ജീവിച്ച നിനക്ക് കൊള്ളാം. മനസ്സിലായോടി? കാശി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തിയിട്ട് ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി പിടിച്ചുകൊണ്ട് നിന്ന് കിതച്ചു. ഇയാൾ എന്നേക്കാൾ ചന്ത തന്നെ. ഓ, എന്നാ ഒരു ഡയലോഗായിരുന്നു. നീ മുത്താണടാ ചക്കരെ. ജെസ്സി ഫോണിലേക്ക് നോക്കി ഫ്ലൈയിങ് കിസ് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഡി. കുറച്ചു നേരം കഴിഞ്ഞിട്ടും ജെസ്സിയുടെ അനക്കമൊന്നും കേൾക്കാതെ കാശി ഫോണിലേക്കൊന്ന് നോക്കി സംശയത്തോടെ വിളിച്ചു. നാഥ്. മറുപുറത്തുനിന്ന് ജെസ്സിയുടെ പതിഞ്ഞ ശബ്ദം കേട്ട് കാശിയുടെ ചൊടികൾ പുഞ്ചിരി വിരിഞ്ഞു. നാഥ്, കേൾക്കുന്നില്ലേ? കാശിയുടെ മൗനം കണ്ട് അവൾ ചോദിച്ചു. ഉണ്ടടി പെണ്ണെ, നിന്റെ ആ വിളിയിൽ ലയിച്ചെങ്ങനെ ഇരുന്നു പോയതല്ലേ? കാശി കുറുമ്പോടെ പറഞ്ഞു. നാളെ ഉച്ചയ്ക്ക് ലൈബ്രറിയിൽ പോരോ? ജെസ്സി പ്രതീക്ഷയോടെ ചോദിച്ചു. അതെന്തിനാ പെണ്ണെ? വെറുതെ സംസാരിക്കാൻ. അവിടെ ആകുമ്പോൾ ഒരു പ്രൈവസി കിട്ടുമല്ലോ. എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം, അതിനു വേണ്ടിയാ, ജെസ്സി പ്രണയത്തോടെ പറഞ്ഞു. അതിനെന്താ, വരാലോ. നീ വിളിച്ച നിന്റെ നാഥിന് വരാതിരിക്കാൻ കഴിയുമോ? നീ ആദ്യമായിട്ട് ഒരാഗ്രഹം പറഞ്ഞതല്ലേ. എന്തായാലും വരും. ലവ് യു നാഥ്. ലവ് യു ടു ജാൻസി റാണി. അതും പറഞ്ഞ് കാശി പൊട്ടിച്ചിരിച്ചു. ജെസ്സിയും ആ ചിരിയിൽ പങ്കുചേർന്നു. അച്ഛാ, അച്ഛൻ പൊയ്ക്കോ, ഇവിടെ നിൽക്കണ്ട. ജോബിയും ജോയിച്ചനുമൊക്കെ വരാൻ ടൈമായി. അവർക്ക് അച്ഛനെ അറിയുമോ എന്ന് അറിയില്ല. എങ്ങാനും അറിയാമെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നമാകും. കാശി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അകത്തേക്ക് നോക്കി ചന്ദ്രനോട് പറഞ്ഞു. പോകാമെടാ. അവരൊക്കെ ഒന്ന് വന്നോട്ടെ. ഞാൻ ഇതിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നാൽ പോരെ? എൻ്റെ ജോണിൻ്റെ പിള്ളേരെ ഞാൻ കൂടി ഒന്ന് കാണട്ടെ. ഫോട്ടോയിലല്ലാതെ എൻ്റെ കുട്ടികളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അച്ഛൻ ഞങ്ങൾക്ക് പണിയുണ്ടാക്കോ? ജോബിച്ചായനോട് എന്തായാലും അച്ഛനെ അറിയാൻ സാധ്യതയുണ്ട്. ശത്രുക്കളുടെ ലിസ്റ്റ് കണക്ക് കൂട്ടി വയ്ക്കുന്ന പാർട്ടിയാണേ. കൃഷ്ണ തമാശ രൂപേണ പറഞ്ഞുകൊണ്ട് കാറിന് പുറത്തേക്ക് ഇറങ്ങി. പൊടി പൊടി, നീ എൻ്റെ പിള്ളേരെ കളിയാക്കാതെ പോയി 4 അക്ഷരം പഠിക്കാൻ നോക്ക്. ചന്ദ്രൻ അവളെ പുച്ഛിച്ചു. കണ്ടോ ഏട്ടാ, ഇപ്പം നമ്മൾ ഔട്ടായി. എൻ്റെ പിള്ളേര്. അവിടെ വരെയായി കാര്യങ്ങൾ. എന്താ ഇവിടെ? ഹേ, ഇതാരാ? അച്ഛനാ? ഹായ് അങ്കിൾ. കാശിയുടെ പുറകിലൂടെ കറങ്ങി വന്ന് കാറിനകത്തേക്ക് നോക്കിക്കൊണ്ട് ജോയൽ ചന്ദ്രനെ നോക്കി കൈവീശി. അവന് പുറകെയായി തന്നെ ജോബിനും ജിബിനും ജെസ്സിയും അവിടേക്ക് വന്ന് കാറിന് ചുറ്റും കൂടി. മഹാദേവ, തീർന്നു. കാശിയും കൃഷ്ണയും മുഖത്തോട് മുഖം നോക്കി. ചന്ദ്രൻ ഉമിനീറിറക്കിപ്പോയി. പിന്നെ നിവൃത്തിയില്ലാതെ അയാൾ കാറിൽ നിന്ന് മടിച്ചു പുറത്തേക്ക് ഇറങ്ങി. അയാളെ കണ്ടിട്ടും ഭാവവ്യത്യാസമൊന്നുമില്ലാതെ നിൽക്കുന്ന ജോബിനെയും കൂട്ടനെയും കണ്ടപ്പോൾ കാശിക്കും കൃഷ്ണയ്ക്കും ചെറിയ ആശ്വാസം തോന്നി. ഒപ്പം ചന്ദ്രനും. ഡാ, അച്ഛൻ തന്നെയല്ലേ? ജോബിൻ കാശിയെ കൈമുട്ടുകൊണ്ട് ഒന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു. ആ അതെ. കാശി ഞെട്ടിക്കൊണ്ട് തല കുലുക്കി. ഹായ് അങ്കിൾ. ജോബിൻ ചന്ദ്രന് നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു. ജോബിയല്ലേ? ചന്ദ്രൻ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ കൈ ചേർത്തു. അവൻ അയാളെ നോക്കി ചിരിയോടെ അതേ എന്ന് തലയനക്കി. ഇത് ജോയൽ, ജിബിൻ, ജെസ്സി അങ്ങനെയല്ലേ? ചന്ദ്രൻ അവരെ നോക്കിക്കൊണ്ട് ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു. അവരും ചിരിയോടെ അതേന്ന് തലയനക്കി. കുറച്ചു സമയം കൊണ്ട് തന്നെ ചന്ദ്രനും അവരും നല്ലതുപോലെ അടുത്തു. സംസാരവും കളിയും ചിരിയുമായി അവർ കുറച്ചധികം സമയം അവിടെ ചിലവഴിച്ചു. കാശിയും കൃഷ്ണയും നിറഞ്ഞ മനസ്സോടെ അത് ആസ്വദിച്ചു. അങ്കിൾ എപ്പോഴാ നാട്ടിൽ നിന്ന് വന്നത്? അടുത്തെങ്ങാനും തിരിച്ചു പോകുമോ? ജോയൽ സംസാരത്തിനിടയിൽ ഫോർമലായി തന്നെ ചോദിച്ചു. നാട്ടിലോ? ഏത് നാട്ടിൽ? ചന്ദ്രൻ അലസൻ മട്ടി ചോദിച്ചുകൊണ്ട് കാറിലേക്ക് ചാരി നിന്നു. ജോയലും മറ്റുള്ളവരും അയാളെ സംശയത്തോടെ നോക്കി. അച്ഛാ,
കാശി അയാളുടെ കൈക്ക് ഒരു തട്ട് കൊടുത്തുകൊണ്ട് പല്ല് കടിച്ചു. അപ്പോഴാണ് താൻ എന്ത് മണ്ടത്തരമാണ് പറഞ്ഞതെന്ന് ചന്ദ്രന് ഓർമ്മ വന്നത്. അത് ഞാൻ ഇന്ന് വൈകിട്ട് പോകും മോനെ. നിങ്ങൾക്ക് ക്ലാസ്സിൽ പോകാൻ സമയമായില്ലേ? നിങ്ങൾ ചെല്ല്. വീട്ടിൽ ചെന്നിട്ട് പോകുന്നതിന് മുമ്പേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ശരി അങ്കിൾ, നമുക്കിനിയും കാണണം, ജോബിൻ ചന്ദ്രനെ മുറുകെ പുണർന്നുകൊണ്ട് പറഞ്ഞു. തീർച്ചയായും കാണാം മോനെ, അയാളും അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. എല്ലാവരോടും യാത്ര പറഞ്ഞ് ചന്ദ്രൻ അവിടെ നിന്നും പോയി. എന്ത് സീറ്റാക്കിച്ചു നിന്റെ അച്ഛൻ? ജെസ്സി ചന്ദ്രൻ പോയ വഴിയെ നോക്കി കൃഷ്ണയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ഒരു ചിരിയോടെ അവരവരുടെ ക്ലാസ്സിലേക്ക് നടന്നു. നീ എൻ്റെ അച്ഛനെ നല്ലവണ്ണം മണിയടിച്ചു അല്ലേ? പായ് അമ്മായിയപ്പനല്ലേ, ഉപകാരപ്പെടും. കൃഷ്ണ ജെസ്സിയെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ മാത്രമല്ല മോളെ, വേറെ പലരും നല്ല വൃത്തിയായി മണിയടിച്ചിട്ടുണ്ട്. ജെസ്സി അർത്ഥം വെച്ച് പറഞ്ഞുകൊണ്ട് കൃഷ്ണയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു മുന്നോട്ട് നടന്നു.